കോഴിക്കോട് വടകരയിലെ MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരുടെ ബാങ്ക് ഇടപാട് വിശദമായി പരിശോധിക്കാൻ പോലീസ്. കൂടുതൽ സ്ത്രീകൾ ലഹരി സംഘത്തിന്റെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കേസിൽ അറസ്റ്റിലായ അധ്യാപിക കാവ്യ ലഹരി സംഘത്തിന്റെ അടുത്ത ആളാണെന്നും ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തിയെന്നുമാണ് കണ്ടെത്തൽ. അറസ്റ്റിലായ കീർത്തനയ്ക്കും കാവ്യയ്ക്കും പുറമെ മറ്റൊരു അധ്യാപികയും സംശയനിഴലിലാണ്. തുടർ നടപടികളുടെ ഭാഗമായി 2 പ്രതികളെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്യും. ഷഹദ് റഹ്മാനിലേക്ക് പോവുകയാണ് വിശദാംശങ്ങൾക്കായി. ഷഹദ്, 2 അധ്യാപികമാർ എന്ന് പറഞ്ഞാൽ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. കൂടുതൽ പേരിലേക്ക് ഒരു അധ്യാപിക സംശയ നിഴലുണ്ട്, ഒരുപാട് പേരെ ഇരയാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് അടക്കം പോലീസ് നീങ്ങുമ്പോൾ എങ്ങനെയാണ് അന്വേഷണം? തീർച്ചയായിട്ടും, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഈ 2 അധ്യാപകരാണ് ഇത്തരത്തിൽ ഈ ലഹരി ഇടപാടിന്റെ ഭാഗമായിട്ടുള്ളത് എന്നത് വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതായത് കൂടുതൽ അധ്യാപകർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ അധ്യാപകരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അതിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രാഥമികമായിട്ട് തന്നെ വലിയ രീതിയിലുള്ള ബാങ്ക് ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആഴത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അധ്യാപിക കാവ്യ ഈ ലഹരി സംഘത്തിന്റെ അടുത്ത ആളാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവരുടെ ബാങ്ക് ഇടപാട് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ അറസ്റ്റിലായ അധ്യാപികമാരായ കാവ്യയ്ക്കും അതുപോലെ തന്നെ കീർത്തനയ്ക്കും പുറമെ മറ്റൊരു അധ്യാപിക കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. പോലീസ് ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ മാസം 11-നാണ് MDMA കേസിൽ പേരാമ്പ്ര RBCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയായ കീർത്തനയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നാലെയാണ് BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാവ്യയും ലഹരി സംഘത്തിന്റെ കണ്ണിയാണെന്ന് കണ്ടെത്തുന്നത്. കീർത്തനയുടെയും കാവ്യയുടെയും 2 അക്കൗണ്ടുകളും അതിൽ 2 അക്കൗണ്ടുകളിലും ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഈ വിദ്യാർത്ഥികളിലേക്ക് പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ 2 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.